ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി മത്തങ്ങ വിരകിയതാണ് കേട്ടോ. മത്തങ്ങ വിരകിയത്, മത്തങ്ങ വിളയിച്ചത് എന്നൊക്കെ പറയും. വളരെ രുചികരമായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാവും കേട്ടോ. ഇത് മത്തങ്ങയാണെന്ന് കഴിക്കുമ്പോൾ പോലും പറയില്ല ആരും, അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മത്തനാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം മതി കേട്ടോ. വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ശർക്കര, കല്ലും മണ്ണും പൊടിയും ഒന്നുമില്ലാത്ത ശർക്കര ഒരു 6 ഞാനിതിലേക്കിട്ട് ഒന്ന് വിസിലടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തേങ്ങ 2 മുറിയുണ്ട്. ആ 2 മുറിയും ചിരവിയെടുത്തു. ഇനി ഇതിൻ്റെ കട്ടിയിൽ ഇതിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്കിത് മാറ്റി വെക്കാം. മത്തങ്ങയും ശർക്കരയും ഇവിടെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉരുളി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മത്തങ്ങയും ശർക്കരയും വെന്ത് വന്നത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇത്ര വെള്ളേ പാടുള്ളൂ കേട്ടോ. ശർക്കരയും മത്തങ്ങയും കൂടിയിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ ഇതിൽ. അതുവരെ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉരുളിയിലിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ പാകത്തിനുള്ള വെള്ളം മാത്രമേ കുക്കറിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് അധികം വറ്റിക്കാനൊന്നുമില്ല. നമ്മുടെ മത്തങ്ങയും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ച നമ്മുടെ തേങ്ങാപ്പാൽ മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെച്ച നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്കങ്ങോട്ട് പിഴിഞ്ഞിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച ആ പൊടി കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ, ആ റവ കൂടി നമുക്കിതിലേക്ക് ഇടാം. ഇനി നമുക്ക് കട്ടകളൊന്നുമില്ലാതെ ആ റവ ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പാലിൽ കലക്കാം നമുക്ക്, അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ വിരകിയ മത്തങ്ങ നല്ല കട്ടിയായിട്ട് വരാനായിട്ടാണ് കേട്ടോ നമ്മൾ റവയും അരിപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് തവി വെച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് ഇത് കട്ടിയായിട്ട് വരും. എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവമായാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. വളരെ രുചികരമായ ഒരു മത്തങ്ങ വിളയിച്ചതാണ് കേട്ടോ ഇത്. മത്തങ്ങ വിരകിയത് എന്നൊക്കെ പറയാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിട്ട് പോകുന്ന ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുക. ഒരു കിണ്ണെടുക്കുക, അതിൽ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് സെറ്റാക്കാം കേട്ടോ. വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം കിണ്ണത്തിൽ. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മളെ കയ്യിൽ ഏത് തരം നട്ട്സാണോ
ഉള്ളത് ചെങ്കിൽ നമുക്കത് പൊടിച്ച് വെതറി കൊടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ നമുക്കിതിൻ്റെ മീതേക്ക് വിതറി കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് വെളുത്ത എള്ളാണ് കേട്ടോ. വെളുത്ത എള്ളും പിന്നെ കുറച്ച് കടലയും, നിലക്കടല വറുത്തെടുത്തത് അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്ത എള്ളും. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റും ചൂടാറിയതിന് ശേഷം. എന്നിട്ട് കേട്ടോ മക്കൾക്ക് ഞാനിതെല്ലാം മുറിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ല സെറ്റായി ചൂടാറി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മുറിച്ചിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കൊടുക്കാം. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട.